നമസ്കാരം, ഗീതാസ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എന്താണെന്നറിയോ, ഇന്ന് ഞാൻ പൊട്ടറ്റോയും ബീൻസും കൂടി ചേർത്തിട്ട് ഒരു കറി ഉണ്ടാക്കാൻ പോകാം കേട്ടോ. ചപ്പാത്തിക്ക് പറ്റിയൊരു കറി കേട്ടോ. ചപ്പാത്തി ലഞ്ച് ബോക്സിനൊക്കെ ചപ്പാത്തി കൊണ്ടുപോകുന്നവർക്ക് ഇതുപോലത്തെ കറി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സൈഡിൽ കൂടെ ഒലിച്ചു പോകുന്നില്ല. അതായത് ഞാൻ ഒരു ഡ്രൈ ആയിട്ടാണ് ഉണ്ടാക്കണത്, ഇങ്ങനെ ചാറ് കറി പോലെ ഉണ്ടാക്കണില്ല. അത് യാത്രയ്ക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനൊക്കെ നല്ലതാണ്. അപ്പോൾ വെള്ളം ഒന്നും ചേർക്കാതെ വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ കേട്ടോ. ഇവിടെ ഞാൻ എടുത്തേക്കണത് 3 വലിയ ഉരുളക്കിഴങ്ങാണ് കേട്ടോ. അപ്പോൾ ഈ കറി ഉണ്ടാക്കാം. അപ്പോൾ ചീഞ്ചട്ടിയിൽ ഓയിൽ ചൂടായിട്ട് കുറച്ച് ജീരകവും പിന്നെ കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്താണ് വറുത്തത്. അതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഗ്യാസ് ഒന്ന് സിമ്മാക്കി വെച്ചിട്ട് അടച്ച് വെച്ച് ഒന്ന് ആവി കയറ്റി എടുക്കണം. ഏകദേശം ഒരു 25% ഈ സമയത്ത് വെന്ത് വരണം കേട്ടോ. ഒരു 4-5 മിനിറ്റ് സമയം വേണ്ടി വരും. അപ്പോൾ ഏകദേശം 4-5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഏകദേശം ഒന്ന് വെന്ത് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബീൻസ് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/4 കിലോ ബീൻസ് ഉണ്ടാവും, അതും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു ചെറിയ തക്കാളിയും ഒരു 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് ചെറിയ തീയിൽ ഒന്ന് നന്നായിട്ട് വെന്ത് വരുന്നവരെ കേട്ടോ. അപ്പോൾ ഏകദേശം 10-15 മിനിറ്റ് വേണ്ടി വരും. വേണമെങ്കിൽ കുറച്ച് വെള്ളം തെളിച്ച് കൊടുക്കാം കേട്ടോ. കാരണം അടി പിടിച്ച് പോകാത്ത രീതിയിൽ വേണം നോക്കാൻ. ഞാൻ കുറച്ച് കട്ടിയുള്ള ചീഞ്ചട്ടിയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അടച്ച് വയ്ക്കുകയാണ്. ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി മിക്സ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇനി അരപ്പിന് പെരുംജീരകം, പട്ട, പിന്നെ വറ്റൽ മുളക്, ഒരു 2 കഷ്ണം ഇഞ്ചി, കുറച്ച് നാളികേരം, ഇത്രയും നന്നായിട്ടൊന്ന് അരച്ചെടുക്കും. വെള്ളമൊന്നും ചേർക്കാതെ കേട്ടോ അരയ്ക്കണത്. അപ്പോൾ ഏകദേശം 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ഉരുളക്കിഴങ്ങൊക്കെ ആവി തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ വലിയ പീസൊക്കെ വേണമെങ്കിൽ ഒന്ന് ഇതുപോലെ മുറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒട്ടും വെള്ളം ചേർക്കാതെ ഡ്രൈ ആയിട്ട് ഉണ്ടാക്കണതുകൊണ്ടാണ് ഇങ്ങനെ പറയണത്. അപ്പോൾ ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമ്മുടെ അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനെല്ലാം ഗ്യാസ് ഇങ്ങനെ സിമ്മാക്കി വെച്ചിട്ടാണ് കേട്ടോ ചെയ്യണത്. വെള്ളം ചേർക്കാതെ കേട്ടോ ഞാൻ അരച്ചെടുത്തേക്കണത്. ഇനി അതും കൂടി മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കസൂരി മേത്തിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലഞ്ച് ബോക്സിന് എന്നും ചപ്പാത്തി കൊണ്ടുപോകുന്നവർക്കൊക്കെ ഒരു വെറൈറ്റി ആവും ഇങ്ങനത്തെ. പിന്നെ നമ്മൾ പാത്രത്തിലൊക്കെ ഇട്ടുകൊണ്ട് പോകുമ്പോൾ സൈഡിൽ കൂടെ ഒലിച്ചു പോകുന്നുള്ളോ അങ്ങനെയുള്ള ഒരു ഇതൊന്നുമില്ല. ഒരു എന്താ പറയുക, ഇതിലിപ്പോൾ ഉള്ളി ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. ബീൻസും പിന്നെ ഉരുളക്കിഴങ്ങും മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചപ്പാത്തിക്ക് പറ്റിയൊരു കറിയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ. അപ്പോൾ നാളെ വീണ്ടും കാണാം കേട്ടോ.